ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കില്ലേ മുട്ടയും ബ്രെഡും കൊണ്ട് നല്ലൊരു അടിപൊളി സാൻഡ്വിച്ച്, നല്ല ടേസ്റ്റി സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. ഇറ്റ്സ് അബ്ദുൾ മുനീർ, വെൽക്കം ടു മൈ ചാനൽ. ഒരു ബൗളെടുത്ത് അതിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതാ ഒരെണ്ണം പൊട്ടിച്ചോ. ഇനി അടുത്തത് അങ്ങ് പൊട്ടിക്കാം. ഒരു മുട്ടത്തോട് വേണ്ടിട്ടുണ്ട്, അത് ഞാൻ പിന്നെ എടുത്ത് മാറ്റി. ഇനി നമുക്ക് അതിലോട്ട് പച്ചമുളക്, ചെറുതായി മുറിച്ച പകുതി പച്ചമുളക്, ചെറുതായി മുറിച്ച ഉള്ളി, അതുപോലെ ചെറുതായി മുറിച്ച ക്യാപ്സിക്കം, ഏറ്റവും ചെറുതായിട്ട് തന്നെ മുറിക്കാം. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഏകദേശം ഒരു 30 സെക്കൻഡ് അങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് 2 പീസ് ബ്രെഡ് എടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് ഒരു ചെറിയ പീസ് ബട്ടർ ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ബ്രെഡ് അതിലോട്ട് വെച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നു. കുറച്ച് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഈ കളറാവുന്നവരും മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത ബ്രെഡും സെയിം സ്റ്റോറി. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം. ആ ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നു. ഇനി അതിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ചരിച്ചിട്ട് ഏകദേശം ഒരു 5 സെക്കൻഡ് നമ്മളിങ്ങനെ വെക്കുന്നത്. ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഏകദേശം നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് ആ മുട്ടയുടെ മുകളിലൊന്ന് വെച്ചെടുക്കാം. എന്നിട്ട് അതിലൊക്കെ പിടിച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മിഡിലിൽ വെക്കണേ. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു മിനിറ്റ് നമുക്ക് വേവിക്കാം. അതിനുശേഷം നമുക്കൊന്ന് മറിച്ചിടും. ചെറിയ തീയിലേ വെക്കാവേ, കരിയാൻ പാടില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഫാസ്റ്റൊന്നായിട്ട് ആക്കണ്ട, വളരെ സ്ലോയിലാക്കിയാൽ മതി. ഇനി ഓരോ ഭാഗവും 4 ഭാഗവും ആ ബ്രെഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലുള്ള ഓംലെറ്റ് മറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ അതേ അളവിൽ ഒരു ഭാഗമായി. ഇനി ഒരു ഭാഗം കൂടി ബാക്കിയുണ്ട്, അതും കൂടി ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് അങ്ങ് മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പീസ് ചീസും അങ്ങ് വെച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്ത മറ്റേ ബ്രെഡില്ലേ, അതും അതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്യണേ 2 ഭാഗം. ഇനി ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുന്ന ശേഷം ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. സെർവ് ചെയ്യാം. അത് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റുന്നു. ഇനി നമുക്കതൊന്ന് നടുകയൊന്ന് മുറിച്ച് കൊടുക്കണ്ടേ, അപ്പോൾ കഴിക്കാൻ ഈസി ആയിട്ട് നമുക്കൊന്ന് നടുകെ ഒന്ന് മുറിച്ച് കൊടുക്കാം. അതൊക്കെ അതിന് മുറിച്ച് കൊടുത്തു. നോക്കിയേ, അതിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. എങ്ങനെയുണ്ട്? എപ്പടി